ഗായ്സ്, ഗുഡ് മോർണിംഗ്. സോ ഇന്ന് നമുക്ക് വളരെ മഴക്കാറുള്ളൊരു ദിവസമാണ്. നമുക്ക് നോക്കിയാൽ കാണാൻ രാവിലെ സ്കൂളിൽ പോകാൻ ഇറങ്ങിയതാണ്. രാവിലെ തന്നെ നല്ല മഴക്കാറും നല്ല കാറ്റുമുണ്ട്. വഴിയിലൊരു തേങ്ങയും കിടപ്പുണ്ട്. നമ്മുടെ സ്കൂളിൽ കുട്ടികൾ അസംബ്ലി കഴിഞ്ഞ് തിരിച്ച് ക്ലാസ്സിലോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മാലദ്വീപ്സിലെ മറ്റ് സ്കൂളുകളെ അല്ലെങ്കിൽ മറ്റ് ഐലൻഡുകളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ ഐലൻഡിലെ കുട്ടികൾ കുറച്ചും കൂടെ നല്ല ഡിസിപ്ലിൻഡ് ആണ്, നല്ല കുട്ടികളാണ് ഞങ്ങളുടെ ഐലൻഡിലുള്ളത്. ഓരോ ടീച്ചേഴ്സൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ അവരുടെ ഐലൻഡിലെ സ്കൂളിൽ കുട്ടികൾ ഒട്ടും പഠിപ്പിക്കാൻ സമ്മതിക്കത്തില്ല, ഒട്ടും കോപ്പറേറ്റീവ് അല്ല, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈയിടെ ഒരു ടീച്ചറിനെ അറ്റാക്ക് ചെയ്തൊരു ഇൻസിഡൻറ്റും ഉണ്ടായിരുന്നല്ലോ. ബട്ട് അതൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികൾ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസാണ്. ആ ഒരു അധ്യാപികയെ ആക്രമിച്ച സംഭവത്തിന് ശേഷം എൻ്റെ ഇൻസ്റ്റഗ്രാമിലുണ്ടായിരുന്ന കുറേ ഫോളോവേഴ്സ് എനിക്ക് ആ ഒരു ഇൻസിഡൻറ്റിൻ്റെ റീലൊക്കെ അയച്ചു തന്നിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടോ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ, സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് എനിക്ക് റീൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോടൊക്കെ പറഞ്ഞു നമ്മുടെ ഐലൻഡ് സേഫാണ്, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ കുട്ടികൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത കുട്ടികളാണ്, ഇതിങ്ങനെ വല്ലപ്പോഴും ഒക്കെ നടക്കുന്നൊരു സംഭവമാണ്. പക്ഷേ നമ്മുടെ ഐലൻഡിൽ അതിനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇത് ഈ മാസത്തെ അവസാനത്തെ വർക്കിംഗ് ഡേ ആണ്. ഇനി അടുത്തുള്ള ഒരാഴ്ച നമുക്ക് ഈദിൻ്റെ ഹോളിഡേയ്സ് ആണ്, സ്കൂളൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ ഒരു വ്ളോഗ് ഷൂട്ട് ചെയ്ത് വെച്ചേക്കാമെന്ന്. കാരണം വെച്ചാൽ നമ്മുടെ ക്ലൈമറ്റൊക്കെ വളരെ കോസി ആയിട്ടുള്ള ക്ലൈമറ്റാണ്, നല്ല മഴ, അതിനനുസരിച്ച് കാറ്റും ഒക്കെ ആയിട്ട് നല്ല കോസി ആയിട്ടുള്ള, ഇടയ്ക്കിടയ്ക്ക് മഴ നന്നായിട്ട് ചാറുന്നുണ്ട്, ഭയങ്കര കോസി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറുമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടൊരു വ്ളോഗ് ഷൂട്ട് ചെയ്തുകൂടാ എന്ന്. ഇത് നമ്മുടെ ബ്രേക്ക് ടൈമിന് എല്ലാവരും തിരിച്ച് വീട്ടിൽ പോകുന്ന ഒരു സീനാണ്. നമുക്കൊരു 45 മിനിറ്റ്സ് ബ്രേക്ക് ടൈമുണ്ട്. നോർമലി ഇവിടെ ലഞ്ച് ബ്രേക്കോ അങ്ങനെയൊന്നുമില്ല. ഇടയ്ക്ക് ഒരു രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ പോകാനായിട്ട് ഒരു 45 മിനിറ്റ്സ് ബ്രേക്ക് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. നമ്മുടെ സ്കൂൾ വർക്കിംഗ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് മോർണിംഗ് 6:45 6:45 to 9:30 രാവിലത്തെ സെഷൻ വരുന്നത്. അതിനുശേഷം 45 മിനിറ്റ്സ് ബ്രേക്കാണ്. പിന്നീട് നമുക്ക് 10:15 സ്കൂളിൽ വരണം. ഫസ്റ്റ് ബെൽ 10:15 അടിക്കും. അതിനുശേഷം 10:20 സെക്കൻഡ് സെഷൻ തുടങ്ങുന്നത്. 10:20 to 11:40 സെക്കൻഡ് സെഷൻ വരുന്നത്. 12:45 ആകുമ്പോൾ നമ്മുടെ വർക്കിംഗ് ടൈം കഴിയും. അപ്പോൾ പറഞ്ഞു വന്നത് ഇവിടുത്തെ വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് 6 hours ആണ്. നമുക്ക് 6:45 to 12:45 നമ്മുടെ വർക്കിംഗ് ടൈം വരുന്നത്. ആൻഡ് ഇൻ ബിറ്റ്വീൻ ഒരു 45 മിനിറ്റ്സ് ബ്രേക്കും ഉണ്ട്. ഇവിടെ മാൽദീവ്സിലൊരു പ്രത്യേകതയുണ്ട്. സ്റ്റുഡൻസിനെ പിക്ക് ചെയ്യാനും ഡ്രോപ്പ് ചെയ്യാനും പേരൻസ് വരണം എന്ന് ഇവിടെ നിർബന്ധമാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ സ്റ്റുഡൻസ് തന്നെയല്ലേ പോകുന്നത്, ഇവിടെ പക്ഷേ അങ്ങനെയല്ല. ഈവൻ സ്കൂൾ അടുത്താണെങ്കിൽ പോലും പേരൻസ് വന്നാണ് സ്റ്റുഡൻസിനെ പിക്ക് ചെയ്യുന്നതും ഡ്രോപ്പ് ചെയ്യുന്നതും എല്ലാം. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് വളരെ കഷ്ടപ്പെട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല കാറ്റുണ്ടായിരുന്നു. ഞാൻ കുട എൻ്റെ കൈ പിടിച്ചിട്ടുണ്ട്, മഴ ചാർന്നുള്ളത് കൊണ്ട് കുടയുണ്ട്. എൻ്റെ കൂട്ടത്തിൽ ഈ വീഡിയോ ഫോണും കൂടെ ഹാൻഡിൽ ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. കാറ്റത്ത് ഭയങ്കരമായിട്ട് കുട കാറ്റ് പിടിക്കും. അപ്പോൾ എൻ്റെ ഒരു കുട പണ്ട് അങ്ങനെ ഒടിഞ്ഞു പോയിട്ടുണ്ട്. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് നമുക്കിവിടെ. അതിൻ്റെ കൂട്ടത്തിലാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്തത്. എൻ്റെ കയ്യിൽ ട്രൈപോഡ് ഉണ്ടായിരുന്നില്ല. ഇത് പെട്ടെന്ന് എനിക്ക് തോന്നിയൊരു ഐഡിയ ആണ് ഈ വ്ളോഗ് ഷൂട്ട് ചെയ്യാമെന്നുള്ളത്. അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഇടയ്ക്ക് കയ്യിൽ നിന്ന് ഫോണൊക്കെ പോകുന്നുണ്ട്, ഫോക്കസൊക്കെ മാറിപ്പോകുന്നുണ്ട്. നിങ്ങൾക്കിത് വീഡിയോ കണ്ടാൽ ശരിക്കും അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് ഗൈസ്, നമ്മുടെ ഐലൻഡിലെ വൺ ആൻഡ് ഓൺലി കാറാണ് ഇപ്പോൾ എന്നെ ക്രോസ് ചെയ്ത് പോയത്. നമ്മുടെ ഐലൻഡിൽ കൂടുതലും ബൈക്ക്, സ്കൂട്ടർ, ബഗി അങ്ങനെയുള്ള വെഹിക്കിൾസാണ് കൂടുതലുള്ളത്. കാർ അങ്ങനെ അധികമില്ല. ഈ ഒരൊറ്റ കാറ് മാത്രമേ നമ്മുടെ ഐലൻഡിലുള്ളൂ. നിങ്ങൾക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നുണ്ടായിരിക്കും. യെസ് ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ ഐലൻഡ് ലൈഫ്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസും വീട് പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് റോഡിൽ നോക്കിയാൽ കാണാം, ഞാൻ രശ്മി മിസ്സും മാത്രമേ ഉള്ളൂ ഇനിയിപ്പം വീട്ടിൽ കയറാനായിട്ടുള്ളത്. ഈ റോഡ് ഞാൻ ഓൾറെഡി എൻ്റെ ഹോം ടൂർ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം. ഈ റോഡ് എന്ന് അവസാനിക്കുന്നത് ഹാർബറാണ്. ഈ റോഡിൻ്റെ ഒരറ്റം ഹാർബറും ഒരറ്റം സ്കൂളുമാണ്. സോ ഇതൊരു മെയിൻ റോഡെന്ന് നമുക്ക് പറയാം ഞങ്ങളുടെ ഐലൻഡിൽ. പിന്നെ മഴ പെയ്ത് കഴിയുമ്പോൾ ഇവിടെ വെള്ളം ഇറങ്ങാൻ ഇച്ചിരി താമസമാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒത്തിരി പഡിൽസ് വഴിയിലൊക്കെ കാണും. ആൻഡ് നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ കാണാം, രശ്മി ഇപ്പോൾ കയറാൻ പോകുന്നതാണ് ഞങ്ങളുടെ വീട്. സോ അത് നിങ്ങൾക്ക് അതിൻ്റെ അപ്പുറത്ത് ഹാർബറും കാണാം. ഇനിയൊരു കുറച്ച് ദൂരം കൂടെ നടന്നാൽ എനിക്ക് എൻ്റെ വീട്ടിലെത്താം. ബട്ട് ഞാൻ വീട്ടിലോട്ട് കയറുന്നില്ല. ഞാൻ വിചാരിച്ചു ഹാർബറിൽ ചെന്നിട്ട് നിങ്ങളെ ഹാർബറിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം, നിങ്ങളെ കടൽ കാണിച്ചു തരാം എന്ന് ഞാൻ വിചാരിച്ചു. സോ ഞാൻ വീട്ടിൽ കയറുന്നില്ല. സോ ഇതാണ് ഞങ്ങളുടെ വീട്. ഞാൻ വീട്ടിൽ കയറുന്നില്ല, നേരെ ഞാൻ ഹാർബറിലോട്ട് പോവാണ്. ഇവിടെയാണ് നമ്മുടെ കടൽ. നിങ്ങൾക്ക് അവിടെ ചെന്നിട്ടുള്ളൊരു വ്യൂ കാണിച്ചു തരാം.
കാറ്റിൻ്റെ ഒരു ശക്തി നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഈ ഹാർബറിലോട്ട് വരുമ്പോഴാണ് നമുക്ക് കാറ്റിൻ്റെ ഒരു ശക്തി മനസ്സിലാകുന്നത്. ഒരു രക്ഷയിൽ ഇവിടെ നിൽക്കാൻ തന്നെ ഭയങ്കര കാറ്റാണ്. ആൻഡ് സീ നോക്ക് ഭയങ്കര റഫാണ് സീ. നമ്മുടെ ഹാർബറുണ്ട്. എനിക്കിത് എത്രത്തോളം കേൾക്കാമെന്ന് എനിക്കറിയാൻ പാടില്ല. ബട്ട് ഇതിൻ്റെ സീ അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു കടലിൻ്റെ ഒരു അവസ്ഥ. ഇവിടെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇങ്ങനെ തന്നെയാണ്. ഇവിടെ ഭയങ്കര വിൻഡിയാണ്, അതിനനുസരിച്ച് മഴയുണ്ട്. ഇന്നത്തെ, അതായത് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ദിവസത്തെ ഫ്ലൈയിങ് ഫിഷ് ക്യാൻസൽ ആയിരുന്നു. നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ കാണാം, കടലിന് 2 കളറാണുള്ളത്. എല്ലാവരും ഇവിടെ കടലിന് 2 കളർ തന്നെ. ഒരിടത്ത് ഒരു സൈഡിൽ നീല കളറും മറ്റൊരു സൈഡിൽ ഡാർക്ക് ബ്ലൂ കളറുമാണ്. ആ ഡാർക്ക് ബ്ലൂ കളർ കാണുന്നതാണ് ഡീപ്പ് സീ. അവിടെ നല്ല ആഴമുണ്ട്, അതുകൊണ്ടാണ് അവിടെ അത്രയും ആ ഒരു കരിനീല കളറിൽ ഇങ്ങനെ വെള്ളം കാണുന്നത്. ആൻഡ് ഇത്രയും സീ റഫ് ആയതുകൊണ്ട് ഇന്നുണ്ടായിരുന്ന ബോട്ടുകളും കാര്യങ്ങളും എല്ലാം ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഇതിൻ്റെ ഒരു ഭീകരത നിങ്ങൾക്കിതിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ബോട്ടിൽ ഇതിൽ കൂടെ സഞ്ചരിച്ച് കഴിയുമ്പോഴാണ് കുറച്ചും കൂടി ഇതിൻ്റെ ഒരു ഭീകരത നമുക്ക് മനസ്സിലായത്. നമ്മൾ ഭയങ്കരമായിട്ട് നമ്മളെ എടുത്തിട്ടടിക്കും. ബോട്ടിലൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര വോമിറ്റിംഗ് ടെൻഡൻസിയൊക്കെ വരും. അങ്ങനെ ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഇങ്ങനെ സീ റഫായിട്ടുള്ള സമയത്ത് ബോട്ട്. ആൻഡ് അത് ഒട്ടും സേഫും അല്ല. യെല്ലോ അലേർട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ബോട്ടൊന്നും അവർ വിടത്തില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ് റെഡ് അലേർട്ട്, ഓറഞ്ച് അലേർട്ട്, യെല്ലോ അലേർട്ട്, അങ്ങനത്തെ അലേർട്ടുകളൊക്കെ ഉണ്ട്. സീ അത്രയ്ക്കും റഫാണ്. അതായത് വിൻഡ് ഭയങ്കര കൂടുതലാണെന്നുണ്ട്, വിൻഡിനനുസരിച്ചാണ് അലേർട്ടുകൾ ഇവിടെ വിടുന്നത്. അപ്പോൾ ഭയങ്കര വിൻഡാണെന്നുണ്ടെങ്കിൽ ബോട്ടുകളൊന്നും അവർ കടലിലിറക്കാൻ സമ്മതിക്കത്തില്ല. ഇതാണ് നമ്മുടെ ഒരു മഴക്കാല കാഴ്ച. മഴ മാത്രമാണെങ്കിൽ വലിയ കുഴപ്പമില്ല, പക്ഷെ കാറ്റും കൂടെ വരുമ്പോഴത്തേക്കിനുമാണ് സീ ഒക്കെ റഫാവുന്നത്. ഇന്ന് തന്നെ ഒരു ഫ്ലൈയിങ് ഫിഷ് ക്യാൻസലായിരുന്നു. നമ്മുടെ ഇവിടുന്ന് ഒരു സാറ് പോകാനായിട്ടിരുന്നായിരുന്നു നാട്ടിൽ, പക്ഷേ ഫ്ലൈയിങ് ഫിഷ് ക്യാൻസലായത് കാരണം സാറിന് ഇന്ന് പോകാൻ പറ്റിയില്ല. ഇതാണ് ഇതുപോലെ കാറ്റും മഴയൊക്കെ വന്നു കഴിഞ്ഞാലുള്ള ഇവിടുത്തെ അവസ്ഥ. നോക്കി എത്ര നിങ്ങൾക്ക് തെങ്ങ് ശ്രദ്ധിച്ചാൽ അറിയാം എന്തോരം ശക്തിയിലാണ് കാറ്റടിക്കുന്നതെന്നുള്ളത്. ഞാൻ നിങ്ങളെ ഇവിടുത്തെ കാറ്റിൻ്റെ ഒരു ഗതി കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഹാർബറിലാണ് നിൽക്കുന്നത്. ഭയങ്കര കാറ്റാണ്. നിങ്ങൾക്ക് എൻ്റെ മുടി ശ്രദ്ധിച്ചാൽ അറിയാം. ഭയങ്കര കാറ്റാണ്. അതായത് അത് നമ്മൾ എത്ര ഒതുക്കി വെച്ചാലും അത് പിന്നെ അവിടുന്ന് ഇവിടുന്ന് എല്ലാം ചാടി വരും. ആൻഡ് ഞാൻ ഹാർബറിൻ്റെ അവിടുന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് നടക്കുവാണ്. അപ്പം അതായത് ഒരു ഹാർബർ ഇങ്ങോട്ട് വിട്ട് കുറച്ച് ഇങ്ങോട്ടായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും കാറ്റിൻ്റെ ശക്തി കുറയും. അതായത് കൂടുതൽ മരങ്ങളും കാര്യങ്ങളും ഒക്കെ വരുമ്പോഴത്തേക്കിനും കാറ്റിൻ്റെ ശക്തി കുറയും. ഇതാ നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ കാണാം. ഇത് കണ്ടോ, ഇവിടെ വന്നപ്പോഴത്തേക്കിനും പെട്ടെന്ന് ആ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു കാറ്റിൻ്റെ ശക്തി കുറഞ്ഞ് ഇപ്പോൾ മുടിയൊന്നും അത്ര അങ്ങോട്ട് പറക്കുന്നില്ല. അപ്പം ജസ്റ്റ് ആ ഹാർബറിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ കാറ്റിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. ഹാർബറിലോട്ട് അടുക്കുമ്പോഴത്തേക്കിനും ഭയങ്കര കാറ്റായിരിക്കും. നമ്മളെ പറത്തിക്കൊണ്ട് പോകുന്ന പോലത്തെ കാറ്റായിരിക്കും. പക്ഷേ ഹാർബറിൻ്റെ അവിടെ നിന്ന് മാറിക്കഴിയുമ്പോഴത്തേക്കിനും കാറ്റ് കുറയും. അങ്ങനെ ബ്രേക്കൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് സ്കൂളിൽ വന്നു. ബ്രേക്ക് കഴിഞ്ഞിട്ട് എനിക്കൊരു പീരീഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ ക്ലാസ്സൊക്കെ എടുത്തു. അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇരിക്കുമ്പോൾ വീണ്ടും ഇതുപോലെ ഭയങ്കര കാറ്റ്. ഞാനപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കാരണം വെച്ചാൽ എനിക്കിത് കണ്ടപ്പോൾ എന്തോ പ്രേതപ്പടം കാണുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. അത്രയ്ക്കും കാറ്റ്. അങ്ങനെ ഈ വീക്കിലെ നമ്മുടെ സ്കൂൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്ക് ഹോളിഡേ ആണല്ലോ. അപ്പം നമ്മുടെ ആ ഒരു ഹാപ്പിനെസ്സിൽ നമ്മൾ പഞ്ചൗട്ടൊക്കെ ചെയ്ത് തിരിച്ചിറങ്ങി വരുമ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു ചെടിച്ചട്ടി വീണ് കിടക്കുന്നത്. കാറ്റടിച്ച് വീണതാണ്. അങ്ങനെ ഞാനത് തിരിച്ചെടുത്ത് വെച്ചു. ആൻഡ് ഇത് നമ്മുടെ വീടാണ് കേട്ടോ. തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ വീട്ടിലെ അവസ്ഥ ഇതാണ്. നമ്മൾ എത്ര ക്ലീൻ ചെയ്തിട്ടാലും ഈ കാറ്റത്ത് തെങ്ങിൻ്റെ ഓലയും പിന്നെ ഈ കടച്ചക്കയുടെ ഇല ഒക്കെ വീണ്ടും നമ്മുടെ മുറ്റം ഭയങ്കരമായിട്ട് വൃത്തികേടാവും. നമ്മൾ എത്ര തൂത്തിട്ടാലും വീണ്ടും വീണ്ടും ഇങ്ങനെ ചപ്പ് വീണുകൊണ്ടേയിരിക്കും.
ആൻഡ് ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള റോഡാണ്. എൻ്റെ ഹോം ടൂർ വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയായിരിക്കും. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള സ്ട്രെയിറ്റ് റോഡ്സ് ആണിത്. ആൻഡ് കാറ്റിൻ്റെ ഒരു ഭീകരത നോക്കൂ ഗൈസ്. സ്കൂളിൽ നിന്ന് വന്ന് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇവിടെ വന്ന് നിന്ന് ഇതിങ്ങനെ കണ്ട് ആസ്വദിക്കാനായിട്ട് ഒരു പ്രത്യേക സുഖം തന്നെയാണ്. ആൻഡ് ഗൈസ്, നിങ്ങൾ ഇളംകാറ്റിൽ തേങ്ങാക്കുലകൾ ആടുന്നത് കണ്ടോ? ചെന്തെങ്ങിൻ്റെ കുലയാണെങ്കിൽ ആടുമെന്ന് പണ്ട് ആരോ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു. അത് ചെന്തെങ്ങിൻ്റെ കുലയാണെന്ന് തോന്നുന്നു. നിങ്ങൾ കണ്ടിരുന്നോ അത് ഇളംകാറ്റിൽ ആടുന്നത്? കണ്ടിരുന്നു എങ്കിൽ കമൻറ്റ് ബിലോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദ വീഡിയോ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.